മതം നോക്കി മാത്രം നയതന്ത്രം നോക്കുന്ന ആൾക്കാരാണോ, അല്ലെന്നുണ്ടെങ്കിൽ സഹായം എത്തിക്കാനായിട്ട് ചിന്തിക്കുന്നവരാണോ? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒട്ടും സുരക്ഷിതരല്ല. ബംഗ്ലാദേശിൽ എന്താണ് അവസ്ഥ? ഒരു ഹിന്ദു യുവാവിനെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. ഇന്ത്യക്ക് മുസ്ലിമിനോട് യാതൊരു വൈരാഗ്യമില്ല. പക്ഷെ ഉണ്ട്, മതത്തിന്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന എല്ലാ വ്യക്തികളോടും, അത് മതം നോക്കാതെയാ, മണ്ടത്തരങ്ങൾ വിശ്വസിച്ചാൽ നഷ്ടം നിങ്ങൾക്കാണ്. ഇന്ത്യയിലെ പാലസ്തീൻ അനുകൂലികളുടെ പലതരത്തിലുള്ള വേഷം കെട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും കണ്ണുനീര്. ഇവിടെ കുറെ CPM-കാരും അതുപോലെ കുറെ വോക്കിസ്റ്റുകളായ ആൾക്കാരും സിനിമയിലെ പ്രമുഖരും ഒക്കെ ചേർന്ന് സ്റ്റേജൊക്കെ കെട്ടി വിതുമ്പലോടുകൂടി ആ ലിസ്റ്റൊക്കെ വായിച്ചത് ഒരു ചിരിയോടെ അല്ലാതെ എനിക്ക് ഓർക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്? ഞാൻ മനുഷ്യത്വമില്ലാത്ത ആളായതുകൊണ്ടാണോ? അല്ല. യഥാർത്ഥത്തിൽ പാലസ്തീനിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഹമാസിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഈ പറയുന്ന ആൾക്കാർ അനുകൂലിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ഇവര് കുറേ അധികം വാദങ്ങൾ ഇങ്ങനെ നിരത്തും. ഇതൊന്നും കഴമ്പില്ലാത്തതാ. ഇന്ത്യ ഹമാസിനെ അനുകൂലിക്കുന്നില്ല, എന്നാൽ പാലസ്തീനെ ഇന്ത്യ കൈയൊഴിഞ്ഞോ? ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ന്യൂസ് കണ്ടോ? വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനീൻ ഗവർണറേറ്റിലാണ് ഇന്ത്യയുടെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരുന്നത്. ഇത് 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. പലസ്തീനിൽ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അംബാസഡർ ശ്രീപ്രിയ രംഗനാഥന്റെ നേതൃത്വത്തിൽ പലസ്തീനിൽ ഇന്ത്യ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയും ചടങ്ങിൽ പങ്കെടുത്തു. ഗാസയിലെ മാനുഷിക സ്ഥിതിയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ഇരുരാഷ്ട്ര പരിഹാരമാണ് പലസ്തീൻ വിഷയത്തിൽ വേണ്ടതെന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. പലസ്തീനിൽ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് കേന്ദ്രത്തിനായും ഇന്ത്യ കരാർ ഒപ്പിട്ടു. തൊഴിൽ സാധ്യതകൾ കൂട്ടാൻ പലസ്തീനിയൻ നാഷണൽ പ്രിന്റിംഗ് സെന്ററുമായി ഇന്ത്യ ചേർന്ന് പ്രവർത്തിക്കും. ഇന്ത്യ കൂടി സഹകരിക്കുന്ന പലസ്തീനിയൻ നയതന്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണം നടക്കുന്നു. ഇന്ത്യയുടെ സുഷമ സ്വരാജ് ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഇത് സഹകരിച്ചേക്കും. ഇന്ത്യ പങ്കാളിയായ ഇന്ത്യ പലസ്തീൻ ടെക്നോ പാർക്ക് പലസ്തീൻ സംരംഭകർക്കും ഗവേഷകർക്കും നയരൂപീകരണം നടത്തുന്നവർക്കും പുതിയ അവസരങ്ങൾ തുറക്കും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ താൽക്കാലിക അംഗത്വത്തിനായുള്ള ശ്രമങ്ങളെ പലസ്തീൻ പിന്തുണച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇസ്രായേൽ ബന്ധം ചർച്ചയായിരിക്കെ പലസ്തീനുമായുള്ള ബന്ധം ശക്തമാക്കുന്നത് ആഗോള വേദികളിൽ ഇന്ത്യക്ക് പ്രധാനമാണ്. അതെ, സംഭവം ഇതാണ്. പാലസ്തീനിൽ 200 പേരെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാൻ തക്ക വിധത്തിലുള്ള ഹോസ്പിറ്റല് ഇന്ത്യ കൊടുക്കാൻ പോവുകയാണ്. ഇത് മാത്രമല്ല, IT പാർക്ക്, സ്കൂള്, ഇതൊക്കെ മുമ്പേ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീൽഡ് സർവീസിനുള്ള ഹോസ്പിറ്റൽ, ഒരു ഫെസിലിറ്റീസും കൂടി ഇന്ത്യ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിലപാട് എന്താണ്? ഇവരൊക്കെ പറയുന്നത് പോലെയാണോ? കുറച്ചു കാലം മുമ്പ് ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു, അതുപോലെ ആയുധത്തിന് വേണ്ടി ഫണ്ടിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ വോക്കിസ്റ്റുകൾ കടന്ന് തുള്ളിയത് നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ കണ്ടതാണ്. അവരാരെങ്കിലും ഇപ്പൊ ഈ ന്യൂസ് പറഞ്ഞോ? അതായത് പാലസ്തീൻ ഇന്ത്യ ഹോസ്പിറ്റൽ കൊടുക്കാൻ പോവാണ് എന്നുള്ളത് പറയുന്നത് നിങ്ങൾ കേട്ടോ? മിണ്ടില്ല. കാരണം ഇന്ത്യക്കെതിരെ മാത്രമേ സംസാരിക്കാവുള്ളൂ എന്നുള്ള പ്രത്യേക അജണ്ടയുടെ പേരിലാണ് ചിലരൊക്കെ ഇത് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. ഇന്ത്യ അല്ലെങ്കിൽ നരേന്ദ്രമോദി BJP ആണ്, അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, മുസ്ലിങ്ങൾക്ക് ഭയങ്കര എതിരാണ് എന്നാണല്ലോ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ ഇസ്രായേലിനോട് മാത്രം ബന്ധമുണ്ടായി പാലസ്തീൻ തീരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെങ്കിൽ ഇന്ത്യ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്? അറബ് ഇതര രാജ്യങ്ങളിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ അപ്പൊ ആരെയാണ് എതിർക്കുന്നത്? എന്നെ പോലെ തന്നെ ഹമാസിനെയാണ് ഇന്ത്യ എതിർക്കുന്നത്. ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയോട് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇന്ത്യ തയ്യാറല്ല. അത് മുസ്ലിം ആയതുകൊണ്ടാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനൊന്നും ഇന്ത്യ സഹായം ചെയ്യില്ലല്ലോ. ഇതാണ് ചോദ്യം. അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല, ഞാനൊരു ലിസ്റ്റ് വായിക്കാം, നിങ്ങൾ കേട്ടോ. പാലസ്തീൻ, വെസ്റ്റ് ബാങ്കിൽ സ്കൂളുകൾ, IT പാർക്കുകൾ, ഇപ്പോൾ പ്രഖ്യാപിച്ച 200 കിടക്കകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവ നിർമ്മിക്കുന്നു. ഗാസയിലേക്ക് സ്ഥിരമായി മരുന്നുകളും ഭക്ഷണവും എത്തിക്കുന്നു. യമൻ ആൻഡ് സിറിയ, യുദ്ധം മൂലം കഷ്ടപ്പെടുന്ന ഈ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ത്യ ജീവൻ രക്ഷാ മരുന്നുകളും ഭക്ഷ്യദാനങ്ങളും കൃത്രിമ അവയവങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ക്യാമ്പുകളും നൽകുന്നുണ്ട്. ഈജിപ്ത്, ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിയായ ഈജിപ്തുമായി പ്രതിരോധം, ഹരിത ഊർജം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ വലിയ സഹകരണം ഇന്ത്യ നടത്തുന്നുണ്ട്. ഇനി ബംഗ്ലാദേശ്, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽ രാജ്യങ്ങളിൽ ഒന്നായ ബംഗ്ലാദേശിലെ റെയിൽവേ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയുടെ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം ഇന്ത്യ നൽകുന്നു. അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് മന്ദിരവും വൻകിട ഡാമുകളും നിർമ്മിച്ചത് ഇന്ത്യയാണ്. അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷവും അഫ്ഗാൻ ജനതയ്ക്കായി ഗോതമ്പ്, വാക്സിനുകൾ തുടങ്ങിയ മാനുഷിക സഹായങ്ങൾ ഇന്ത്യ തുടരുന്നു. മാലിദ്വീപിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ഗ്രേറ്റർ മാലേ കണക്ടിവിറ്റി പ്രോജക്റ്റിന് ഫണ്ട് നൽകുന്നതും ആവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുന്നതും ഇന്ത്യയാണ്.
ആഫ്രിക്കൻ രാജ്യങ്ങൾ സുഡാൻ, സൊമാലിയ, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, കുടിവെള്ള പദ്ധതികൾ, ഗ്രാമീണ വൈദ്യുതീകരണം എന്നിവയ്ക്കായി ഇന്ത്യ വലിയ സാമ്പത്തിക സഹായം നൽകുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ യുവാക്കൾക്ക് IT പരിശീലനങ്ങളും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പുകളും ഇന്ത്യ നൽകി വരുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യ മതം നോക്കി ഈ പറയുന്ന വോക്കിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും BJPക്കെതിരെ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ മതം നോക്കി മാത്രം നയതന്ത്രം നോക്കുന്ന ആൾക്കാരാണോ? അല്ലെന്നുണ്ടെങ്കിൽ സഹായം എത്തിക്കാനായിട്ട് ചിന്തിക്കുന്നവരാണോ? അല്ല എന്നതല്ലേ സത്യം. എത്ര പേരായി പറയുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒട്ടും സുരക്ഷിതരല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഇരുന്ന് പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വരെ വിളിക്കുന്ന അവകാശം വേറെ ഏത് രാജ്യത്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഇതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ പാകിസ്ഥാനും എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ, ജൈനരുടെ അല്ലെങ്കിൽ ബുദ്ധമതസ്ഥരുടെ ഒക്കെ അവസ്ഥ എന്താ? ബംഗ്ലാദേശിൽ എന്താണ് അവസ്ഥ? ഒരു ഹിന്ദു യുവാവിനെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. അതുപോലൊരു സംഭവം നിങ്ങൾക്ക് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയാൻ പറ്റുമോ? അറിയാം, ഈ പറയുന്ന പോലെ ഗോസംരക്ഷണ ആൾക്കാരുടെ വകയായിട്ട് കുറച്ച് ഗൂൺസ് പരിപാടികൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് പല പരിപാടികൾ നടക്കുന്നുണ്ട് എന്നതൊക്കെയാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരിക. എന്നാൽ ഇതൊക്കെയും അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒന്നുമല്ല സത്യം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ഫാക്ട് ന്യൂസുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന പല വാർത്തകളും കെട്ടിച്ചമച്ചത് ഇവിടെ എത്തുമ്പോൾ അത് മുസ്ലിമിനെ പീഡിപ്പിക്കുന്ന രീതിയിലാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യക്ക് മുസ്ലിമിനോട് യാതൊരു വൈരാഗ്യവുമില്ല. പക്ഷെ ഉണ്ട്, മതത്തിന്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന എല്ലാ വ്യക്തികളോടും, അത് മതം നോക്കാതെയാണ്, അതൊരു ഹിന്ദു ആണെങ്കിൽ പോലും അകത്ത് കിടക്കും. ഇന്ന് ഇന്ത്യയിൽ തന്നെ രാജ്യദ്രോഹത്തിന്റെ കുറ്റത്തിന്റെ പേരിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അയൽ രാജ്യത്തിന് ഒറ്റിയതിന്റെ പേരിലൊക്കെ അകത്ത് കിടക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിന് മതമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. കാരണം ഈ വാടകയ്ക്ക് എടുത്തിട്ട് വന്നിട്ട് പേരുകളൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, അതിൻ്റെയൊക്കെ പേരിൽ അവർക്ക് പ്രയോജനമുണ്ട്. എന്നാൽ നിങ്ങൾ രാജ്യത്തിന് നല്ലത് ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെ നിൽക്കാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയാണ് അല്ലെങ്കിൽ മോദി ഇങ്ങനെയാണ് എന്നൊക്കെ മണ്ടത്തരങ്ങൾ വിശ്വസിച്ചാൽ നഷ്ടം നിങ്ങൾക്കാണ്. 2014 മുമ്പുള്ള ആ ഒരു ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്നിപ്പോ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മൾ സഹായം നൽകുന്നു. അന്ന് എന്തായിരുന്ന അവസ്ഥ ഓർമ്മയുണ്ടല്ലോ? ചേരികളുടെയും വേശ്യകളുടെയും ഇന്ത്യ. അതുപോലെ വിതുമ്പാൻ ഇനി വയ്യെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ ഷെയർ ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കല്ലേ? തുടർന്ന് കാണുക ഇന്ത്യ ലൈവ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.